ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ അനു. ആർത്തവ സമയത്ത് ശക്തമായ വേദനയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ആർത്തവത്തിന് മുൻപും ആർത്തവ സമയത്തും കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. 80-85% സ്ത്രീകൾ ആർത്തവ സമയത്ത് ഒരുപാട് ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇത് കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മിതമായി ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാന ഭക്ഷണമാണ് ഉപ്പ്. ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം വയറിൽ ശക്തമായിട്ടുള്ള വേദനകൾ വരുന്നതിനും യൂട്രൈൻ കോൺട്രാക്ഷൻസിന് കൂട്ടുന്നതിനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വയറിൽ ഗ്യാസ് കെട്ടുന്നതിനും ഇതൊരു പ്രധാന കാരണമാണ്. ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പാക്കറ്റിൽ വരുന്ന ഫുഡുകൾ, ക്യാൻ ഫുഡ്, പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർത്ത് വരുന്നതും, അച്ചാറ്, ചട്നി, പപ്പടം, ഉപ്പ് ചേർത്ത് വരുന്ന നട്ട്സുകള്, സാലഡിലൊക്കെ ഉപ്പ് ചേർത്ത് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഉപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ, വെളുത്തുള്ളി, കുരുമുളക്, ഹെർബ്സ് മുതലായവ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് കൊഴുപ്പ് കൂടിയതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കാരണം ഇവയെല്ലാം വയറ്റിൽ ഗ്യാസ് കെട്ടുന്നതിനും മസിൽ ക്രാംസ് കൂട്ടുന്നതിനും ബ്രസ്റ്റിന്റെ അവിടെ വേദന വരുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് വെണ്ണ, നെയ്യ്, ക്രീം, പേസ്ട്രി ഐറ്റംസ് എല്ലാം, പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡുകൾ, പൊട്ടാറ്റോ ചിപ്സ് ഇവയെല്ലാം ഈ സമയത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് നട്ട്സ്, സീഡ്സ്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വഴി ഈ സമയത്തുള്ള ന്യൂട്രീഷൻസ് ശരീരത്തിലേക്ക് എത്തുന്നതിനും സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഒന്ന് പാൽ ഉൽപ്പന്നങ്ങളാണ്. ഇവയുടെ ഉപയോഗം നിങ്ങൾ മിതമാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവ കഴിക്കുന്നത് വഴി വയറിൽ ഗ്യാസ് കെട്ടാനും ഡയറിയ പോലത്തെ ലക്ഷണങ്ങൾ വരികയും അടിവയറ്റിൽ ശക്തമായ വേദന ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പാലിന് പകരമായിട്ട് കാൽഷ്യം കിട്ടാനായിട്ട് നിങ്ങൾക്ക് മുട്ട, റാഗി മുതലായ ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു ഭക്ഷണമാണ് പഞ്ചസാര. പഞ്ചസാരയും ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിനും ടെൻഷൻ വരുന്നതും അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നതിനും ശരീരം പെട്ടെന്ന് തളരുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നതിനും അടിവയറ്റിൽ ശക്തമായ വേദന ഉണ്ടാക്കുന്നതിനും ഒക്കെ കാരണമാകുന്നതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പഞ്ചസാര വളരെ മിതമായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അടുത്തതായിട്ട് നിങ്ങൾ ഈ സമയത്ത് ഒരു കാരണവശാലും മദ്യപിക്കുകയോ കഫേൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയോ സോഡ ഇട്ടിട്ടുള്ള വെള്ളങ്ങൾ കുടിക്കുകയോ ചെയ്യരുത്. കാരണം ഇവ ശക്തമായ അടിവയറ്റിൽ വേദന ഉണ്ടാക്കുന്നതിനും ഗ്യാസ് കിട്ടുന്നതിനും ഒക്കെ പ്രധാന കാരണമാണ്. അതിന്റെ കൂടെ തന്നെ കഫേൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി നിങ്ങളുടെ ബിപിയും ഹാർട്ട് റേറ്റും കൂടുകയും ഇതുവഴി ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ടെൻഷനും ആൻസൈറ്റി അറ്റാക്സ് ഒക്കെ വരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അതുകൂടാതെ ബ്രസ്റ്റിൽ വേദന വരുന്നതിനും ഇത് ഒരു കാരണമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞവയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞവയെല്ലാം ഒഴിവാക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ട ഒന്നാണ് എക്സസൈസും യോഗയും. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർത്തവ സമയം ഏതൊരു നോർമൽ ദിവസം പോകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്നതാണ്. ആർത്തവ സമയത്ത് സന്തോഷത്തോടെയും കംഫർട്ടബിൾ ആയിട്ടും ഉത്സാഹത്തോടെയും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.